മലയാളത്തിൻ്റെ മഹാനടനും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവുമായിട്ടുള്ള മോഹൻലാൽ ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിട്ടുള്ള ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. 3Dയിലാണ് ചിത്രം വന്നിരിക്കുന്നത്. റിയൽ 3D ക്യാമറാസ് വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ് ബറോസ് എന്ന് പറഞ്ഞ ചിത്രം. അപ്പോൾ തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ നല്ലവരായ ആൾക്കാർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിക്കുക, ആഘോഷിക്കുക. വെൽക്കം ടു ഷിനിമോ ഷായ്. ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് ഒരുപാട് നാളുകളായി ഷൂട്ട് ചെയ്ത, എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ പോർഷൻ തന്നെ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് മൊത്തം ഡിലീറ്റ് ആക്കിയിട്ട് വീണ്ടും റീഷൂട്ട് ചെയ്ത ഒരു സിനിമ കൂടിയാണ്. മലയാളത്തിൻ്റെ മഹാനടനും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവുമായിട്ടുള്ള മോഹൻലാലിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭവും കൂടിയാണ് ബറോസ് എന്ന് പറഞ്ഞ ചിത്രം. അദ്ദേഹം അതിനു മുമ്പ് ഒരു നാടകവും കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്തിരുന്നു. ആദ്യത്തെ ഒരു സിനിമയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ. ജിജോ പൊന്നൂസിന്റെ ഒരു ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ബറോസ് എന്ന് പറയുന്ന സിനിമ തന്നെ ഉണ്ടായിരിക്കുന്നത്. ബറോസ് ഗാർഡിയൻ ഓഫ് ഡിഗാമാസ് ട്രഷർ എന്ന് പറയുന്ന ഒരു ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ബി അജിത് കുമാറാണ്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ലിഡിയൻ നടേശ്വരനും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മാർക്ക് കില്ലിയനുമാണ്. മോഹൻലാൽ, ഗുരു സോമസുന്ദരം, അതുപോലെ തന്നെ ഒരുപാട് ഫോറിനേഴ്സ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ പേര് മായ റാവു വെസ്റ്റ് എന്നാണെന്ന് തോന്നുന്നു പേര്. അപ്പം അങ്ങനെ ഒരുപാട് പേരുള്ളതുകൊണ്ട് അവരുടെ എല്ലാവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് എ മോഹൻലാൽ ഫാൻ, ആസ് എ ഡൈഹാർഡ് മോഹൻലാൽ ഫാൻ, എന്നെ ഒരുപാട് നിരാശപ്പെടുത്തിയൊരു സിനിമയാണ് ബറോസ് എന്ന് പറഞ്ഞ സിനിമ. ഇനി പറയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. മോഹൻലാൽ എന്ന നടൻ്റെ 40 വർഷത്തെ എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്ന് കാണാനാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. എന്താണ് മടുപ്പിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. എന്നെ വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു സിനിമ തന്നെയാണ് ബറോസ് എന്ന് പറഞ്ഞ സിനിമ. എന്നെ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ വാവ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് റിയൽ 3D എഫക്റ്റിൻ്റെ പേരിലും VFXൻ്റെ പേരിലും എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയാം. അത് ഇതുവരെ മലയാളത്തിനുണ്ടായിട്ടുള്ള ടെക്നിക്കൽ വൈസ് ഗംഭീരമായിട്ടുണ്ട്. അത് വിഷ്വലാകട്ടെ VFX വർക്കാകട്ടെ ഗംഭീരമാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഐറ്റം തന്നെയാണ്, അതിന് ഒരു സംശയമില്ല. സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു 2-3 സീനുകൾ മാത്രമാണ് ഒരു VFX കുറച്ച് കല്ലുകടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഹാഫിലൊക്കെ പൊളിച്ചടുക്കുമായിരുന്നു. അതുപോലുണ്ടായിരുന്നു VFX വർക്കും. അതുപോലെ തന്നെ വൂഡോ എന്ന് പറയുന്ന ഒരു കുഞ്ഞി ക്യാരക്ടറിനെ വരുന്നുണ്ട്. പെർഫെക്റ്റ് ആയിരുന്നു. ഒരു ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന പോലെ തോന്നി. കാരണം അത്രയും മികച്ച രീതിയിൽ VFX വർക്ക് ചെയ്തു. അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള 3D എഫക്ട്സുകൾ ചെയ്തു. ഗിമിക്കുകൾ, നമ്മുടെ 3Dക്ക് വേണ്ടി ഗിമിക്കുകൾ കാണിക്കുന്ന കുറേ സീനുകൾ ഉണ്ടെങ്കിൽ കൂടി അതിനൊക്കെ മറികടക്കുന്ന രീതിയിൽ ആ ഒരു 3D എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ്, ഡയറക്ഷൻ വൈസ്, പെർഫോമൻസുകൾ വൈസ് ഒന്നും പറയാനില്ല. ഇത്രയും നിരാശപ്പെടുത്തിയ ഒരു മോഹൻലാൽ സിനിമ എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്ര നാളിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് വളരെയധികം നിരാശപ്പെട്ടു. ഞാൻ ഇറങ്ങി പോന്നാലോ എന്ന് തന്നെ ആലോചിച്ചു. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. തിയേറ്ററിൽ നല്ല ഫാമിലിയും ഒരുപാട് പിള്ളേരും ഒക്കെ വന്നിരുന്നാണ് സിനിമ കണ്ടത്. സിനിമ കഴിഞ്ഞ് ഇറങ്ങാൻ നേരം മിക്ക പിള്ളേരും കിടന്നുറക്കുമായിരുന്നു. കുട്ടികളൊക്കെ എൻജോയ് ചെയ്തോന്ന് കൂടി അറിയില്ല. മേ ബി പിള്ളേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. എന്നെ ആസ് എ ഫാൻ എനിക്ക് ഭയങ്കരമായിട്ട് നിരാശ നൽകി. ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. ഓൾറെഡി ഞാൻ പറയാം, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാത്തൊരു പടമാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എക്സ്പെക്ട് ചെയ്യാതെ തന്നെയാണ് ഞാൻ തിയേറ്ററിൽ പോയത്. എനിക്ക് 1% എന്നെ സാറ്റിസ്ഫൈ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ. പക്ഷേ ആ ഒരു പ്രതീക്ഷിച്ചതിലും താഴെ പോയെന്ന് ഓർക്കുമ്പോഴാണ്. കാരണം സ്ക്രീൻ പ്ലേ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഒരേ ഡയലോഗ്സ്, ഒരേ സീനുകൾ വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്യുക, ഒരേ കാര്യം റിപ്പീറ്റേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക.
എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആകാത്തൊരു ഫീല് വരിക. സ്ക്രീൻ പ്ലേ ഒട്ടും ടൈറ്റ് അല്ല. ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ സ്ക്രീൻ പ്ലേയും അതിനുശേഷം എഡിറ്റുമാണ്. അജിത് കുമാർ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു സീൻ കട്ട് ചെയ്യുമ്പം അത് പറയുന്നില്ല, അത് കുറച്ചുകൂടി കട്ട് ചെയ്ത് ട്രിം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീനുകളുണ്ട്. വളരെ ഡിലേ അടുപ്പിച്ച് ഒരു സീൻ കാണിക്കാൻ വേണ്ടി ഇത്രയും സസ്റ്റെയിൻ ചെയ്ത് എന്തിനാണ് അത്രയും ടൈം കൺസ്യൂം ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാലത്തിലെ സ്പേസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതാ മനസ്സിലാവാതെ. തിയേറ്ററിലേക്ക് കണ്ട് ഫസ്റ്റ് ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന് കണ്ടപ്പോൾ അതുപോലെ ഒരു കയ്യടിയായിരുന്നു. അതിനുശേഷം സൈലന്റ് ആയിപ്പോയി പടം. എന്താ നടക്കുന്നേ, എവിടെയാ നടക്കുന്നേ, ഏത് കാലഘട്ടത്തിലാ കഥ നടക്കുന്നേ, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനെന്താണ് സംഭവിച്ചത്? ഇതിന്റെ പുറകില് ഫസ്റ്റ് കുറെ റൂമേഴ്സ് കേട്ടിരുന്നു. ഫസ്റ്റ് ജിജോയും മോഹൻലാലും കൂടിയാണ് ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. പൃഥ്വിരാജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജിന് ഡേറ്റ്സ് ഇഷ്യൂസ് കാരണം അത് മാറി. അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റ് കുട്ടിയായിട്ട് വന്ന ആ കുട്ടിയെ മാറ്റി. പിന്നെ മൊത്തത്തിൽ റീവർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ജിജോ എന്ന് പറയുന്ന ആളെ തന്നെ ഈ പടത്തിലില്ല. പിന്നെ മോഹൻലാൽ തന്നെയായി. പിന്നെ പറയുന്നുണ്ട് ഭൂതമായിട്ട് വരുന്ന ബറോസ് ഒരു ഭൂതമാണ്, അപ്പം ആ ബറോസിന്റെ പോർഷൻസ് കൂടിപ്പോയി, അതുകൊണ്ട് അത് നിരാശനായി ജിജോ മടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റൂമേഴ്സ് വന്നിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഈ ഡയറക്ഷൻ ടീം അല്ലെങ്കിൽ ടെക്നിക്കൽ ടീം, ഈ പ്രൊഡക്ഷൻ ടീമിന്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സിനിമയെ കാണാൻ പറ്റുമെന്നാണ് പറയുക. എനിക്കത് കാണാൻ പറ്റി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. പിന്നെ പിള്ളേർക്ക് കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. മോഹൻലാൽ എന്ന സംവിധായകൻ പലയിടത്തും നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ എന്ന സംവിധായകനെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഒരു ആക്ടറിനെ എനിക്ക് കാണാൻ സാധിച്ചില്ല. നാടകം പോലെ തോന്നി പല സീനുകളും. ഒരു ഡയറക്ടർ, നമ്മളിപ്പോൾ ഒരു സിനിമ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ആക്ടറിൻ്റെ പെർഫോമൻസിനൊക്കെ നമ്മൾ പുകഴ്ത്തുമ്പോൾ അതിൽ ഡയറക്ടറിന് ഒരു വലിയൊരു പങ്കുണ്ട്. ഈ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അത് അവരുടെ കയ്യിൽ നിന്ന് അഭിനയം പിടിച്ചെടുക്കണം എന്നുള്ളത് ഒരു ഡയറക്ടറിൻ്റെ കഴിവാണ്. ഇവിടെ പലയിടത്തും ഞാനത് കണ്ടില്ല. എല്ലാവരും എന്തൊക്കെയോ നാടകം ചെയ്യുന്ന, ഒരു കോമിക്ക് ചെയ്യുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറേ ഈ ഫോറിനേഴ്സിനെ കൊണ്ടുവരുന്ന തന്നെ അബദ്ധമാണ്. അവരൊക്കെ ഇന്ത്യ ഓവർ ആക്ട് ചെയ്ത് നശിപ്പിക്കുകയാണ്. അത് മോഹൻലാലും അതിൻ്റെ കൂട്ടത്തിൽ പിടിച്ചേക്കാണ് കുറേ സീനുകളിലൊക്കെ. ആക്ഷൻ കൊറിയോഗ്രാഫി എനിക്കറിയത്തില്ല എന്താ ചെയ്ത് വെച്ചത്. ഏതെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ പോട്ടെ, എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചോ? ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് വൾഗറായി പോകും. എനിക്ക് താല്പര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വ്യൂവിൽ മോഹൻലാലിൻ്റെ ഏറ്റവും മോശം ഒരു പീരീഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അതിൻ്റെ ഒരു എൻഡ് ആയിട്ട് ഇതിനെ കണക്കാക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2025 പുള്ളിയുടെ ഏറ്റവും നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി ബറോസ് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്. പിന്നെ ഇഡിയും അതുപോലെ തന്നെ വിടുതലൈ 2ഉം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ആയിരുന്നു. ബറോസ് എന്തായാലും കണ്ടിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ, വളരെ മോശമായിപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോസും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.